നമസ്കാരം. ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 21, 2025 വെള്ളി. അങ്ങനെ തുടർച്ചയായി 2 ട്രേഡിംഗ് സെഷനിലെ നേട്ടത്തിനു ശേഷം വീണ്ടും ഇന്ത്യൻ മാർക്കറ്റിന് നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നതിനെ തുടർന്ന് ഈ ആഴ്ചയിൽ ചൊവ്വാഴ്ച ഉൾപ്പെടെ ഇന്നത്തോടുകൂടി 2 ട്രേഡിംഗ് സെഷനിൽ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. ഇന്ന് ഇന്ത്യയിൽ നിന്നും റിലീസ് ചെയ്യപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡാറ്റകളുടെ റിസൾട്ടുകൾ ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തിലേക്ക് നയിക്കുവാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇന്ന് ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും ഗ്യാപ് ഡൗണോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നത്. 26,179 എന്ന ലെവലിൽ ഇന്ന് നിഫ്റ്റിക്ക് റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. എങ്കിലും 26,000 എന്ന കീ ലെവൽ ഇന്നലത്തെ പോലെ തന്നെ ഇന്നും നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യാതെ കാത്തുസൂക്ഷിക്കുവാനുമായതിനെ തുടർന്ന് 26,052 എന്ന ലെവലിൽ സപ്പോർട്ടും എടുക്കുവാൻ സാധിച്ചതിന്റെ ഫലമായിട്ട് 124 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി 26,068 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ സെൻസെക്സിന് 400 പോയിന്റുകളുടെ നഷ്ടവും ബാങ്ക് നിഫ്റ്റിക്ക് 480 പോയിന്റുകളുടെ നഷ്ടവും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. മാർക്കറ്റിൽ അനുഭവപ്പെട്ട ഇടിവിനെ തുടർന്ന് ഇന്ന് NSEയിലാകെ 719 കമ്പനികൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായിട്ട് സാധിച്ചുള്ളൂ. അതേസമയം 2,108 കമ്പനികൾക്ക് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. ഇന്ന് ബോർഡർ മാർക്കറ്റ്സുകൾക്കും തകർച്ച നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. തുടർന്ന് BSE മിഡ് ക്യാപ്പിനും സ്മോൾ ക്യാപ്പിനും 1% നഷ്ടവും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. ഇന്ന് സെക്ടർ വൈസ് നോക്കുമ്പോൾ എല്ലാ മേഖലകൾക്കും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ക്യാപിറ്റൽ ഗുഡ്സ്, റിയാലിറ്റി, PSU ബാങ്ക്, മെറ്റൽ തുടങ്ങിയ മേഖലകൾക്ക് 1% നഷ്ടവും ഇന്ന് നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. മാരുതി സുസുക്കി, M&M, ഇന്റർഗ്ലോബ് ഏവിയേഷൻ, മാക്സ് ഹെൽത്ത് കെയർ, ഐഷ മോട്ടോഴ്സ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിക്കുവാൻ സാധിച്ചപ്പോൾ ടാറ്റ സ്റ്റീൽ, ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, ബജാജ് ഫൈനാൻസ്, JSW സ്റ്റീൽ, HCL ടെക്നോളജീസ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് നഷ്ടവും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. ഇന്ന് ഇന്ത്യൻ രൂപയ്ക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ട് $ഡോളറിനെതിരെ 89.40 എന്ന ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലായിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കാനായത്. ഇതിനെ തുടർന്ന് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെ 70 പൈസയുടെ നഷ്ടമാണ് സിംഗിൾ ഡേ കൊണ്ട് സംഭവിക്കുകയുമുണ്ടായത്. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തിലേക്ക് നയിക്കുവാനായിട്ടുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. ഇന്നലെ US മാർക്കറ്റുകൾ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം അതിശക്തമായ പ്രകടനം കാഴ്ചവെക്കുവാൻ ആയിരുന്നു. എങ്കിലും തുടർന്ന് US-ൽ നിന്നും റിലീസ് ചെയ്യപ്പെട്ട ജോബ് ഡാറ്റ മാർക്കറ്റിനെ സർപ്രൈസ് ചെയ്തെങ്കിലും അൺഎംപ്ലോയ്മെന്റ് ഡാറ്റ ഉയർന്ന തോതിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മാർക്കറ്റിനെ ദോഷമായി തന്നെ ബാധിക്കുകയുമുണ്ടായി. ഇതിനെ തുടർന്ന് ഇന്നലെ US മാർക്കറ്റിന് വലിയ നേട്ടങ്ങളൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് വൻതോതിലുള്ള ഇടിവ് നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. അതിനെ തുടർന്ന് S&P 500-ന് 1.5%-ലേറെയും നാസ്ഡാക്കിന് 2%-ലേറെ നഷ്ടം നേരിടേണ്ടതായിട്ടും വന്നു. ഇതിനെ തുടർന്ന് ഇന്ന് ഗ്ലോബൽ മാർക്കറ്റുകളും വീക്കാവുകയുണ്ടായി. നിലവിൽ 3 യൂറോപ്യൻ മാർക്കറ്റ്സ്, അതായത് UK, ഫ്രാൻസ്, ജർമ്മൻ മാർക്കറ്റുകൾ നഷ്ടത്തിലാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. UK, ഫ്രാൻസ് മാർക്കറ്റുകൾ 0.5%-ലേറെയും ജർമ്മൻ മാർക്കറ്റ് 1%-ലേറെ നഷ്ടത്തിലാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ഇന്ന് എല്ലാ ഏഷ്യൻ മാർക്കറ്റ്സുകളും നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. മറ്റുള്ള ഏഷ്യൻ മാർക്കറ്റ്സുകളെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിന് നേരിടേണ്ടി വന്നത് വളരെ നേരിയ ഇടിവാണ്. അതേസമയം ജപ്പാൻ, ഹോങ്കോങ് 2.5%-അടുത്ത് നഷ്ടം നേരിടേണ്ടി വന്നപ്പോൾ തായ്വാൻ, കൊറിയൻ മാർക്കറ്റുകൾക്ക് 4%-അടുത്ത് ഇടിവ് നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. ഇന്തോനേഷ്യൻ, ചൈനീസ് മാർക്കറ്റുകൾക്കും 2%-ലേറെ നഷ്ടം നേരിടേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിൽ ഉടലെടുത്ത ഫോളിനെ തുടർന്നുണ്ടായ വീക്കായിട്ടുള്ള ഗ്ലോബൽ ക്യൂസ് ആണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനെയും മറ്റുള്ള മാർക്കറ്റുകളെയും നഷ്ടത്തിലേക്ക് നയിക്കുവാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു US-ൽ നിന്നും റിലീസ് ചെയ്ത FOMC മിനിറ്റ്സിന്റെ ഔട്ട്കം ആയിട്ട് വരാനിരിക്കുന്ന ഡിസംബറിലെ റേറ്റ് കട്ടിനുള്ള തീരുമാനത്തെ വിയോജിച്ചുകൊണ്ടാണ് ഭൂരിഭാഗം മെമ്പേഴ്സും വോട്ട് ചെയ്യുകയുണ്ടായത്. അതിനെ തുടർന്ന് ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിനുള്ള സാധ്യതകൾ സാരമായി തന്നെ കുറയുകയുണ്ടായി. എന്നാൽ ഇന്നലെ US-ൽ നിന്നും സർപ്രൈസ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജോബ് ഡാറ്റയെ തുടർന്ന് വീണ്ടും ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിനുള്ള സാധ്യതകൾക്ക് കൂടുതൽ മങ്ങലേൽപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ ആഴ്ച അവസാനം വരെ മാർക്കറ്റ് നിക്ഷേപകരും ഒരുപോലെ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്ന വരുന്ന ഡിസംബറിൽ ഫെഡിന്റെ ഭാഗത്തു നിന്നും വരേണ്ടിയിരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കട്ട്. ഇതിന് വീണ്ടും മങ്ങലേറ്റത് ഗ്ലോബൽ മാർക്കറ്റ് എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെ സാരമായി തന്നെ ബാധിക്കുകയുണ്ടായി. ഏതാനും ട്രേഡിംഗ് സെഷനിലായിട്ട് നേട്ടത്തിലേക്ക് കുതിച്ചു കയറിയ
ഇന്ത്യൻ IT സ്റ്റോക്കുകൾക്ക് ഇന്നലെ തുടങ്ങിയ നഷ്ടം ഇന്നും തുടരുകയുണ്ടായി. മാത്രവുമല്ല, ഇതിനെ തുടർന്ന് ഇന്ന് നിഫ്റ്റി ITക്ക് വീണ്ടും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരവും അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ഏകദേശം 0.5% നഷ്ടം ഇന്ന് നേരിടേണ്ടതായിട്ടും വരികയുണ്ടായി. കാരണം മിനിങ്ങാന്ന് US-ൽ NVIDIA-യുടെ ക്വാർട്ടർലി ഏർണിംഗ്സ് സർപ്രൈസ് ആയിട്ട് വന്നെങ്കിൽ അത് IT സെക്ടറുകളെ നേട്ടത്തിലേക്ക് നയിച്ചെങ്കിൽ ആ നേട്ടങ്ങളൊന്നും US മാർക്കറ്റിലെ AI സ്റ്റോക്കുകൾക്കോ IT സ്റ്റോക്കുകൾക്കോ നിലനിർത്തുവാനായില്ല. കാരണം വീണ്ടും നിക്ഷേപകരിലേക്ക് AI സ്റ്റോക്കുകളുടെ മുകളിലുള്ള ഓവർ വാല്യുവേഷൻസിലുള്ള ആശങ്ക കടന്നു വരിക തന്നെയുണ്ടായി. ഇതിനെ തുടർന്ന് ഇന്നലെ NVIDIA സ്റ്റോക്കിന് 3% ഇടിവും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. അതുകൊണ്ട് തന്നെ NVIDIAക്ക് ഇന്നലെ നേരിടേണ്ടി വന്ന ഇടിവ് ഇന്ന് ഇന്ത്യൻ IT സ്റ്റോക്കുകളിലും ഇടിവിന് മറ്റൊരു കാരണമായി തന്നെ ഇന്ന് മാറുകയുണ്ടായി. ഇതിനെ തുടർന്ന് ഇന്ന് നിഫ്റ്റി IT ഇൻഡെക്സിലുള്ള 10 സ്റ്റോക്കുകളിൽ 4 സ്റ്റോക്കുകൾക്ക് ഒഴികെ ബാക്കി 6 സ്റ്റോക്കുകൾക്കും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ആകെ ഇൻഫോസിസ്, എംഫസൈസ്, TCS, ടെക് മഹേന്ദ്ര തുടങ്ങി 4 സ്റ്റോക്കുകൾക്ക് മാത്രമേ നിഫ്റ്റി ITയിൽ ഇന്ന് നേരിയ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായുള്ളൂ. 1.5 പതിറ്റാണ്ടുകൾക്കിടയിൽ 1-2 തവണ മാത്രമേ ഇത്രയും ദൈർഘ്യമേറിയ സമയത്തില് ഇന്ത്യ വിക്സ് വളരെ ലോ ആയിട്ട് നിലനിന്നിരുന്നുള്ളൂ. എന്നാൽ കഴിഞ്ഞ ജൂണോടുകൂടി 13 എന്ന ലെവലിൽ നിന്നും ഫോൾ രേഖപ്പെടുത്തിയ ഇന്ത്യ വിക്സ് 5.5 മാസങ്ങൾക്കിടയിൽ ആകെ 2 തവണ മാത്രമേ, അതായത് ഓഗസ്റ്റ് 18 ഓഗസ്റ്റ് 26 എന്നീ 2 തീയതികൾ ഒഴികെ ബാക്കി ഒരു ട്രേഡിംഗ് സെഷനിലും 5.5 മാസമായിട്ട് 13 എന്ന ലെവൽ മറികടക്കുകയുണ്ടായില്ല. എന്നാൽ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയതിനൊപ്പം ഇന്ത്യ വിക്സും ഷൂട്ടപ്പ് ചെയ്യുകയുണ്ടായി, ഏകദേശം 13%. തുടർന്ന് ഇന്ത്യ വിക്സ് 13.85 എന്ന ലെവലിലും എത്തിച്ചേരുകയുണ്ടായി. ഇന്ത്യ വിക്സിന് കൂൾ ഓഫ് ആകാൻ സാധിച്ചെങ്കിലും 12.27% ഉയർച്ചയോടുകൂടി 13.63 എന്ന ലെവലിലാണ് ഇന്ത്യ വിക്സ് ഇന്ന് ക്ലോസിംഗ് രേഖപ്പെടുത്തുകയുണ്ടായത്. ഇന്നത്തെ മാർക്കറ്റ് ആദ്യം വലിയ ഇടിവ് രേഖപ്പെടുത്തിയെങ്കിലും വീണ്ടും പെട്ടെന്ന് റിക്കവർ ആകാൻ മാർക്കറ്റിന് സാധിക്കുകയുണ്ടായി. ഒരു പരിധി വരെ നഷ്ടപ്പെട്ട പോയിന്റുകളൊക്കെ തിരിച്ചു പിടിക്കുവാൻ സാധിച്ചെങ്കിലും ട്രേഡേഴ്സിനെ ഇന്ന് ആശങ്കയിലാക്കിയ പ്രധാന പ്രശ്നം ഇന്ത്യ വിക്സ് അതിരൂക്ഷമായി ഉയരുകയും തുടർന്ന് ഇന്ത്യ വിക്സിൽ കാര്യമായ ഇടിവൊന്നും സംഭവിക്കാതിരിക്കുകയും ചെയ്തു ഇന്ന്. സോ അത് മാർക്കറ്റിനെ, നിക്ഷേപകരെയും ആശങ്കയിലാക്കിയതും ഇത് നമ്മുടെ മാർക്കറ്റിനെ തളർത്തുവാൻ പ്രധാന പങ്ക് വഹിക്കുകയുണ്ടായി. ഇതിനെല്ലാം പുറമെ ഇന്ന് ഇന്ത്യയിൽ നിന്നും റിലീസ് ചെയ്യപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡാറ്റകളായ PMI ഡാറ്റാസും മാർക്കറ്റിനെയും നിക്ഷേപകരെയും നിരാശപ്പെടുത്തുക തന്നെയുണ്ടായി. ഇതിനെല്ലാം പുറമെ ഇന്ന് സിംഗിൾ ഡേ കൊണ്ട് ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെ ശക്തമായ ഇടിവ് നേരിടേണ്ടി വന്നതിനെ തുടർന്ന് ഇന്ത്യൻ രൂപ ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് അമേരിക്കൻ ഡോളറിനെതിരെ എത്തിച്ചേർന്നതും നമ്മുടെ മാർക്കറ്റിനെ വളരെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കുകയുണ്ടായി. ഇനി ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്ന് പല ഘട്ടങ്ങളിലും 200-ലേറെ പോയിന്റുകളുടെ നേട്ടത്തിൽ തുടർന്ന ഡോ ജോൺസ് ഫ്യൂച്ചർ നിലവിൽ 36 പോയിന്റുകളുടെ നേട്ടത്തിലാണ് വ്യാപാരത്തിൽ തുടരുന്നത്. മുൻപ് പറഞ്ഞതുകൊണ്ട് തന്നെ മറ്റുള്ള മാർക്കറ്റുകൾ വീണ്ടും ആവർത്തിക്കുന്നില്ല. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രെന്റ് ക്രൂഡിന്റെ വിലയിലും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഗണ്യമായ ഇടിവ് അനുഭവപ്പെടുന്നുണ്ട്. ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ 2.2%, ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 2.5% ഇടിവാണ് നിലവിൽ അനുഭവപ്പെടുന്നത്. ഗോൾഡിന്റെ വിലയിലും 1% ഇടിവ് നിലവിൽ ദൃശ്യമാണ്. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. കാപ്പിലറി ടെക്നോളജീസ് ഇന്ന് സ്റ്റോക്ക് BSEയിൽ 3% പ്രീമിയത്തിന് നഷ്ടത്തോടു കൂടിയിട്ടാണ് ലിസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായത്. തുടർന്ന് സ്റ്റോക്കിന് കൈവരിക്കുവാൻ സാധിച്ച നേട്ടത്തെ തുടർന്ന് ഇൻട്രാഡേ ബേസിസിൽ 13%-ലേറെ നേട്ടവും സ്റ്റോക്കിന് കൈവരിക്കുവാനായി. ഗ്രോ കമ്പനിയുടെ Q2 ഏർണിംഗ്സുകൾ ഇന്ന് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. നെറ്റ് പ്രോഫിറ്റിൽ ഇയർ ഓൺ ഇയറിൽ 12% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിൽ 9% ഇടിവാണ് രേഖപ്പെടുത്തുകയുണ്ടായത്. ഹിൻഡാൽകോ US-ലുള്ള നോവലീസിലെ യൂണിറ്റിൽ 2 മാസത്തിനുള്ളിൽ രണ്ടാമത്തെ തീപിടുത്തം റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഇന്ന് സ്റ്റോക്കിൽ 3% ഇടിവ് ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെടുകയുണ്ടായി. അദാനി എന്റർപ്രൈസസ് ബ്ലോക്ക് ഡീൽ വഴി അദാനി എന്റർപ്രൈസസ് ഇന്ന് AWL-ൽ ശേഷിച്ചിരുന്ന 7% ഓഹരികളും വിറ്റഴിക്കുകയുണ്ടായി. ഇൻഡോസിൻ ബാങ്ക് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് വഴി ഫണ്ട് ശേഖരിക്കുന്നതിനായിട്ട് നിക്ഷേപകരുടെ താല്പര്യം അളക്കുന്നതിനുള്ള പ്രാരംഭ ചർച്ചകൾക്ക് ബാങ്ക് ആരംഭം കുറിച്ചു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ഇൻഡിഗോ ലീസിംഗ് ഒഴിവാക്കിക്കൊണ്ട് വിമാന ഉടമസ്ഥതയ്ക്കായി 7,000 കോടിയിലധികം രൂപയുടെ മൂലധന നിക്ഷേപത്തിന് ഇൻഡിഗോ അംഗീകാരം നൽകുകയുണ്ടായി. ടിന്ന റബ ഒമാനിലുള്ള അനുബന്ധ സ്ഥാപനത്തിൽ 58 ലക്ഷം രൂപയുടെ ഇക്വിറ്റി മൂലധന നിക്ഷേപം കമ്പനി നടത്തുകയുണ്ടായി. ഏവർക്കും നല്ല ഒരു വീക്കെൻഡ് ആശംസിക്കുന്നു. ഞായറാഴ്ച ഉച്ചയ്ക്ക് മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.